ഒരു വാട്സപ്പിൽ ഇവിടെ SNDP യോഗം ജപ്തി ചെയ്തിരിക്കുന്നു. മൈക്രോഫോൺ പച്ചക്കള്ള എഴുതല്ലേ, അവിടെ ഒന്നുമില്ല. നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കൂ, കോടികൾ അവിടെ ബാക്കിയുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചൊന്നല്ല, സമുദായത്തിൽ കോടികൾ ബാക്കിയുണ്ട്. എത്ര കോളേജ് ഞാൻ പക്കാ ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് എന്ത് ഡെവലപ്മെന്റ് SNDP യോഗത്തിലുണ്ടായിരുന്നു? സെൻട്രൽ എന്ത് വരുമാനം ഉണ്ടായിരുന്നു? SNDP എന്ത് വരുമാനമുള്ളൂ? ഒരു ചുക്കുമില്ലല്ലേ, പത്രയെ വിളിക്കല്ലേ. അന്നത്തെ യുവ നേതാക്കന്മാരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ കാശ് ആദ്യം കൊണ്ടാ കൊടുക്കണ്ടേ? ഈ കൊടുക്കാതെ അല്ലെങ്കിൽ വണ്ടിക്കൂലി കൊടുക്കുകയും വണ്ടിക്ക് പെട്രോൾ അടിക്കാതെ യോഗ പ്രസിഡന്റ് സെക്രട്ടറി പലർക്കും വരുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വല്ലതും കൊടുക്കണം, വിളിക്കുമ്പോൾ ഉടനെ വരുന്നില്ലേ? ഈ വ്യത്യാസങ്ങളിലൂടെ വന്നിട്ട് പോലും ചില ദുഷ്ടശക്തികൾ ഇന്നുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരെ നന്നായാൽ നമ്മളെ നന്നാക്കുകയില്ല. ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇവിടെ എന്താ നടക്കാത്തത്? എത്ര കൊല്ലമായി നമുക്ക് അനുകൂല വിധിയുണ്ടായിട്ടും അതിനപ്പുറം പോയി ഒരു പെറ്റീഷൻ കൊടുത്തു സ്റ്റേ ചെയ്തില്ലേ? അങ്ങനെ ഈ സമുദായത്തെ എന്നും കുഴക്കേണ്ടിയിരിക്കുന്നു. കാരണം 24 മണിക്കൂറും ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. എന്റെ തൊഴിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ തൊഴിൽ പോയാൽ എന്റെ ഈ സമുദായ പ്രവർത്തനത്തിന് വിഘാതം വരും. തക്ക സമയത്ത് നിങ്ങളുടെ സമീപത്ത് വരാൻ എനിക്കൊക്കത്തില്ല. എതിരാളികൾ അത് മുഴുവൻ മുതലെടുക്കും എന്നുള്ളതുകൊണ്ട് 24 മണിക്കൂറും നിങ്ങളോടൊപ്പം നിങ്ങളൊരുവരായി നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടായില്ല എങ്കിൽ സംഘടനാ പ്രവർത്തന അനുഭവം മുമ്പോട്ട് പോകില്ല എന്നുള്ള അറിവുകൊണ്ടാണ് ഞാൻ എന്റെ തൊഴിൽ 28 കൊല്ലം കൊണ്ട് എത്രയോ കോടി സമ്പാദിക്കേണ്ട ഞാൻ ഇന്ന് ഇവിടെ 1 കോടിയില്ല. ആകെ ചട്ടങ്ങളെല്ലാം മേടിച്ചു തരുന്ന ചട്ടാമുണ്ടായത്തോളം കോടിയാണ് ആകെ ഉള്ളത്. ഇപ്പൊ ഒരു നാട്ടിൽ തെറിക്കും തീറ്റിക്കും ഒരു കുഴപ്പവും യോഗത്തില്ല. അത് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പിന്നെ സീന സാറെ ഒരു കാര്യമുണ്ട്, ഉടുപ്പുമുണ്ടും ഇഷ്ടംപോലെ കിട്ടുന്നു. എല്ലാവരും വഴിയുണ്ട്. ഈ ശരീരത്തിൽ കാണുന്ന സകല ഉടുപ്പും മുണ്ടും വാച്ചും ചെരുപ്പും അണ്ടുപേരും നിൽക്കില്ല. ബനിയന്റെ ഭാര്യ മേടിച്ചതാണ്. ബാക്കിയെല്ലാം സമുദായം തന്നാണ്. മോതിരം നോക്കൂ, ഒരു മാല നോക്കിക്കൂ, അതുപോലെ തന്നെ കണ്ണാടി നോക്കൂ, ചെരുപ്പ് നോക്കൂ, ഇതെല്ലാം ഓസാണ് കേട്ടാണ് സമുദായം. തുണിയാണ് ഒരാൾ മേടിച്ചാൽ തന്നെ ഒരാൾ തയ്ച്ചു വരുന്നത്. അതുകൊണ്ട് എനിക്കതിന് സന്തോഷമല്ലോ. പല ആളുകളും സന്തോഷിച്ചതെല്ലാം തരും, സന്തോഷിച്ചാലും ഇത് കിട്ടിട്ട് ഞാൻ നേര് പറയുകയും ചെയ്യും, ഇത് എന്റേതാണ് നിയമമാണ്, ഇത് വലിയ 1.5 ലക്ഷം രൂപ വിലയുണ്ട്. ആ കരുതില്ല, 1.5 ലക്ഷം 2 ലക്ഷം രൂപ വിലയുള്ള സാധനം വെച്ചിട്ട് ഓസ. ഈ മുണ്ടായാലും ഷർട്ടായാലും മാലയായാലും ഇതെല്ലാം ഒരു സന്തോഷമായിട്ട് കൊണ്ടുവരും, സ്വീകരിക്കുന്നു. ഇതൊക്കെയുള്ളൂ. അതുപോലെ തീറ്റി ഇതുപോലെ ചെന്ന സൽക്കാരം എവിടെ ചെന്നാലും നല്ല സൽക്കാരം. പിന്നെ തെറുക്കി പല ശതമാനം ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അനുഭവിച്ച് ഇനി 2 ദിവസവും കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുന്നു. ഒരല്പം രസമായിട്ടും അല്ലെങ്കിൽ അല്പം എന്റെ സ്വകാര്യ ദുഃഖങ്ങളും നിങ്ങളോട് പങ്കിട്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ വരാനും നിങ്ങളെല്ലാം കാണാനും എനിക്ക് നല്ലൊരു ആദരവ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.